الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أولئك الذين اشتروا ضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين يا أيها الناس اتقوا الله وعباد الله ബഹുമാനമുള്ള വിശ്വാസികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കും ഔദാര്യനിധിയായ റബ്ബ് അവന്റെ ഔദാര്യം കൊണ്ട് പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഇന്ന് നിലനിൽക്കുന്നത് പവിത്രമായ റജബ് മാസത്തിലാണ്. അല്ലാഹു പരിശുദ്ധ ഇസ്ലാമിൽ നമുക്ക് പവിത്രമാക്കി തന്നിട്ടുള്ള 4 മാസങ്ങളിൽ ഒരു മാസമാണ് നമ്മളുള്ളത്. പക്ഷെ ഈ പവിത്രമായ മാസങ്ങളിൽ ആണ് ഏറ്റവും കൂടുതൽ അനാചാരങ്ങൾ മുസ്ലിം സമുദായം നടത്തുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ വളരെ ജാഗ്രതയോടെ ആ വിഷയം മനസ്സിലാക്കുകയും നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു വിദ്വത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട് എങ്കിൽ, മുസ്ലിം ആണെങ്കിൽ, ഏതുപോലെ നമ്മുടെ ഒരു മദ്യപാനി നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ ഒരു കൊലപാതകി നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ മോശം ദുഷ്പ്രവൃത്തികൾ ചെയ്ത ആരെങ്കിലും നമ്മുടെ കുടുംബത്തുണ്ട് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ ആ ബാപ്പയുടെയും ഉമ്മയുടെയും അല്ലെങ്കിൽ സഹോദരന്മാരുടെയും അല്ലെങ്കിൽ ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ വ്യഭിചാരത്തിൽ ഇടപെട്ടവർ അല്ലെങ്കിൽ മോഷണത്തിൽ ഇടപെട്ട ഒരാൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ട് എങ്കിൽ
നമ്മുടെ കുടുംബത്തിന്റെ മനസ്സമാധാനം തകർന്നു പോകും. എന്റെ മോൻ ഇങ്ങനെ ആയിപ്പോയില്ലോ, അല്ലെങ്കിൽ പെങ്ങന്മാരെ സ്ഥിതിക്ക് എന്റെ ആങ്ങളെ ഇങ്ങനെ ആയിപ്പോയി. അതേപോലെയുള്ള ഗൗരവമുള്ള ഒരു പദമാണ് വിദഗ്ധായിട്ടുള്ള വിഷയം ഒരു മനുഷ്യൻ ചെയ്താൽ. എങ്ങനെ നമുക്ക് മനസ്സിലാക്കണം? നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ ദിക്റുകളിൽ ഒരാൾ വിചാരിക്കുകയാണ്, ഏതെങ്കിലും ആലിമ് വിചാരിക്കുകയാണ് ഈ സുബ്ഹാനല്ലാഹ് 33 അല്ലേ, 50 വീതം ചൊല്ലി 150 ആക്കാൻ. പരിശുദ്ധ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് ഹിജ്റ 11 വഫാത്തായി പോയതിനു ശേഷം ഇത്രയും നാളും ആ 33 എന്ത് നല്ലതാണെന്ന് പറഞ്ഞ ഒരാൾ കൂട്ടാക്കുന്നത്. അതാണ് ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളിൽ ഒന്ന് കൂട്ടാനോ കുറക്കാനോ നമുക്ക് സാധിക്കില്ല. ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇന്നലത്തെ വെള്ളിയാഴ്ച രാവുണ്ടല്ലോ, ആ ദിവസം നമ്മൾ എടുത്തു. നമ്മുടെ അയൽപക്ക പള്ളികളിൽ ഇന്നലെ മാലയും മൗലൂദും അതുപോലെ റഗായിബ് നമസ്കാരവും നടന്നു. ഈ റഗായിബ് നമസ്കാരം എന്താണ്? ഹിജറ 480 ഉണ്ടായതാണ്. ചിന്തിക്കണം, ഹിജറ 480 അഥവാ ഹിജറ 5-ാം നൂറ്റാണ്ടിലാണ് ഈ റഗായിബ് നമസ്കാരം വരുന്നത്. ആ വിഷയത്തെ പറ്റി ഇമാം ഷാഫി, രണ്ടാം ഷാഫി എന്ന് അറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുല്ലാഹ് അത് പ്രത്യേകിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്താ അതിൽ പറയുന്നത്? വഅമ്മാ സ്വലാത്തു റഗായിബ് വഹിയ 12 റകഅത്തിൻ തുസ്ലാ ബൈനൽ മഗ്രിബി വ ഇശാ ലൈലത്തൻ അവ്വലി ജുമുഅ മിൻ റജബ്. റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് അഥവാ വ്യാഴാഴ്ച ദിവസം നടത്തുന്ന റഗായിബ് നമസ്കാരം എന്താണെന്ന് പറഞ്ഞത്? ഫസ്റ്റ് വെള്ളിയാഴ്ച നടത്തുന്ന ആ നമസ്കാരത്തെ പറ്റി എന്താ പറഞ്ഞത്? ബിദ്അത്തുൻ. ആരാ പറഞ്ഞത്? രണ്ടാം ഷാഫി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഷാഫി മദ്ഹബിന്റെ പ്രഗത്ഭനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി. ഇമാം നവവി റഹ്മത്തുള്ളാഹിയുടെ ആ ഇൽമിന്റെ ഗ്രാഹി നമുക്കറിയാം, റിയാദ് സ്വാലിഹീൻ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ആ റിയാദ് സ്വാലിഹീന് ഇന്ന് ലോകമെമ്പാടും 182 ഷറഹുകളുണ്ട്. റിയാദ് സ്വാലിഹീൻ എന്ന് പറഞ്ഞ ചെറിയ ഗ്രന്ഥത്തിന്റെ ഷറഹ് 182 വ്യാഖ്യാനങ്ങൾ ലോകത്തുണ്ട്. 182 വ്യാഖ്യാനങ്ങൾ ആ ചെറിയൊരു ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനം. ഇന്നത്തെ പണ്ഡിതന്മാർ പോലും ആ 182 ഷറഹ് പോലും നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയില്ല. അത്രക്ക് ഇൽമിന്റെ ഒരു പാണ്ഡിത്യം ആയിരുന്നു ആര്? ഇമാം നവവി റഹിമഹുല്ലാഹ്. ആ മഹാനവറുകൾ 45 വയസ്സ് വരെയാണ് ജീവിച്ചത്. ജീവിതത്തില് ഈ ഇൽമിന്റെ കളക്ട് ചെയ്യുന്നതിനും അത് ജനങ്ങളെ പഠിപ്പിക്കുന്നതിന്റെ വിഷയമായിട്ട് വിവാഹം കഴിക്കാൻ പോലും സാധിക്കാവുന്ന ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ഇമാം രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാണ്, ആ നമസ്കാരത്തെ സ്വലാത്തു റാഗിബ് ബിദ്അത്തുൻ ഖബീഹത്തുൻ മുൻകറത്തുൻ. ചിന്തിക്കണം. പക്ഷെ നമ്മുടെ നാടുകളിൽ ഇന്നലെ പള്ളികളിൽ ഇത് ചൊല്ലിയ ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ബിദ്അത്താണ്. അതുപോലെ അപരിണീയമായ, അത്യന്തം അപരിണീയമായ ഏതെല്ലാം രീതിയിൽ നമുക്ക് ആ വാക്കുപയോഗിക്കുക അത്ര മോശകരമായിട്ടുള്ള ഒരു ബിദ്അത്താണ് എന്നാണ് ആര് പറയുന്നത്? ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു. അവിടെ നിർത്തിയില്ല. വലാ യക്തറു ബിദിക്രിഹാ ഫീ കിതാബിൽ ഖൂത്തുൽ ഖുലൂബ്. ഖൂത്തുൽ ഖുലൂബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതേപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീൻ, ഇമാം ഗസാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അത് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും വലാ യക്തറു, നിങ്ങൾ വഞ്ചിതരാകണ്ട. അപ്പൊ മഹാന്മാരുടെ ഗ്രന്ഥത്തിൽ എഴുതി എന്ന് പറഞ്ഞ കാര്യമല്ല, നിങ്ങൾ വഞ്ചിതരാകരുത് എന്നാണ് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുല്ലാഹ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വലാ ബിൽ ഹദീസ് മദ്കൂരി ഫീഹാ ഫൈനഹു ബാത്തിൽ. അങ്ങനെ വന്നിട്ടുള്ള ആ ഹദീസുകളെല്ലാം ബാത്തിലാണ്, വിശ്വസിക്കാൻ പറ്റാത്ത അസത്യമാണെന്നാണ് ആര് പറഞ്ഞു തരുന്നത്? ഇമാം ഷാഫി, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുല്ലാഹ് നമുക്ക് പഠിപ്പിച്ചു തരും. പക്ഷേ ഇതൊക്കെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? നമ്മളെ എല്ലാ കുത്തുവയിലും ഈ ബിദ്അത്തിന്റെ വിഷയം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ജനങ്ങൾ ചിന്തിക്കുന്ന എന്താ? നിസ്കാരമല്ലേ, 12 റക്അത്തല്ലേ, പള്ളിയിലല്ലേ? സഹോദരന്മാരെ, ഈ വിഷയത്തെ പറ്റി
ശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു ബിദ്അത്തിൻ ദലാല. കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായത്, നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായത് ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ദലാല വഇൻനാസു ഹസന. ചിന്തിക്കണം, ജനങ്ങൾക്ക് നല്ലതായി തോന്നും. ജനങ്ങൾ ചിന്തിക്കുന്നത് എന്താ? ഇതൊക്കെ അറിയുന്ന പെണ്ണുങ്ങള് പ്രകായിക നമസ്കാരം കൊണ്ട് പള്ളിയിലുണ്ട് 12 റക്അത്ത് അറിയുമ്പോ പെണ്ണുങ്ങൾ വിചാരിക്കുന്നത്, ജനങ്ങൾ വിചാരിക്കുന്നത് എന്താ? നിസ്കാരമില്ലേ, അതിന് സുജൂദില്ലേ, റുക്കൂഇല്ലേ, എഴുത്തുകാരില്ലേ, നല്ലതല്ലേ എന്ന് വിചാരിക്കും. അതാണ് പറയുന്നത് കുല്ലു ബിദ്അത്തിൻ ദലാല. എല്ലാ ബിദ്അത്തും പുത്തനാചാരങ്ങളും മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ പുത്തനാചാരങ്ങളും ദലാലത്തിലാണ്. പക്ഷെ ജനങ്ങൾ അത് നല്ലതായി കണ്ടെങ്കിൽ പോലും സഹോദരന്മാരെ സഹോദരിമാരെ, ഇത്രക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിക്കുന്നുള്ള ദീൻ. അത് പൂർത്തിയായതിനു ശേഷം അതിലേക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്യുന്നത്, എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, നമ്മള് സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ വൈലിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, വഴിപിഴച്ചു പോകാനുള്ള കാരണം എന്താ? നമ്മൾ വഴിപിഴച്ചു പോയി എന്ന് പറയാനുള്ള കാരണം എന്താ? ആ വിഷയം നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ എങ്ങനെയാണ് വഴിപിഴച്ചു പോയത് എന്ന് പറയുന്ന ഒരു ആയത്ത് പഠിപ്പിക്കാൻ വേണ്ടി ഇമാം ഇബ്നു ജരീർ തബ്രി റഹിമഹുല്ലാഹ് ഫകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തോ എന്ന് പറയുന്ന ആയത്ത് പഠിപ്പിക്കും. ഒരാള് വഴിപിഴച്ചു പോവുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു വിഷയമല്ല. ഈ ആയത്ത് പഠിപ്പിക്കാൻ വേണ്ടി ഫകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തോ എന്ന് പറയുന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഇബ്നു ജബ്രി കൊടുക്കുന്ന അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ വസത്തുൻ ബൈന ഉലൂവിൻ വ തഖ്രീദ്. ക്രൈസ്തവരെ പോലെ അതിരി കവിയുകയോ അതുപോലെ തന്നെ യഹൂദികളെ പോലെ കൂടുതലായി കുറയ്ക്കുകയും ചെയ്യുന്ന ആൾക്കാരല്ല. ഈ ആയത്തിന്റെ പ്രത്യേകത എന്താ? വസത്ത്. സഹോദരന്മാരെ സഹോദരിമാരെ, അൽ-ബഖറ സൂറത്ത് 2-ാമത്തെ സൂറത്തിലെ 286 ആയത്തുകളാണ്. ആ 286-ാമത്തെ ആയത്തില് ഉള്ളത് അതിന്റെ മധ്യം എത്ര? 143. ശരിക്കും ചിന്തിക്കണം, മദ്യം. നിങ്ങൾ മധ്യമ നിലപാടുകാരാണ്, മദ്യത്തിന്റെ ബാലൻസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് പറയുന്ന ആയത്ത് പഠിപ്പിക്കുന്നത് തന്നെ അത്ഭുതകരമാണ്. ആയത്ത് നോക്കിയാൽ 286-ന്റെ പകുതി 143-ാമത്തെ ആയത്തിലാണ് അല്ലാഹു നിങ്ങൾ മധ്യമ സമുദായമാണ് എന്ന് പഠിപ്പിക്കുന്നത്. ആ മധ്യമ സമുദായം എന്ന് പഠിപ്പിക്കുന്ന ആയത്തിൽ എങ്ങനെയാണ് നിങ്ങൾ മധ്യമ സമുദായമാകുന്നത്? നിങ്ങൾ കൂട്ടിച്ചേർക്കുകയും വേണ്ട, കുറയ്ക്കുകയും വേണ്ട, ബാലൻസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ നിൽക്കണം. വളരെ ചിന്തിക്കേണ്ട ഒരു ആയത്താണ് 143-ാമത്തെ ആയത്ത്. എന്തുകൊണ്ട് 144-ില്ല? 286-ന്റെ നേർ പകുതിയിൽ ഒന്നാവ് കൊണ്ടുപോകുന്നു. ഇതിലൊക്കെ നമുക്ക് വളരെ ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അതല്ല. ഇവിടെ ഉലൂ എന്ന് പറയുന്ന വിഷയത്തിൽ അതിന് കവിയലും പാടില്ല, കുറയ്ക്കലും പാടില്ല. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ സഹോദരന്മാരെ കൊണ്ട് നമ്മുടെ മുസ്ലിം സഹോദരന്മാര്, ഉസ്താദുമാര്, പണ്ഡിതന്മാർ, തലക്കെട്ടും കോട്ടുകൊള്ള ആൾക്കാർ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. അവർ എത്രത്തോളം നമ്മളെ വഴിതെറ്റിപ്പിക്കുന്നുണ്ട്. നമ്മൾ വളരെ ഗൗരവപരമായിട്ട് ആ വിഷയം എടുക്കണം. കാരണം എന്താ? സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ ജീവിക്കുന്നത് ഇഹലോക ജീവിതത്തിന് വേണ്ടി മാത്രമല്ല. നമുക്ക് പരലോകം നഷ്ടമാകുന്ന ഒരു പ്രവർത്തനമാണ് ഏത്? അനാചാരം നമ്മൾ ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങോട്ട് സംഭവിക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു അനാചാരത്തിന്റെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കാൻ പാടില്ല. കാരണം നമ്മൾ ആർക്ക് മാതൃകയാണ്? ഉമ്മത്തം വസത എന്ന് പറഞ്ഞതിന് ശേഷം അല്ലയോ മനുഷ്യരെ, നിങ്ങളെ ആർക്ക് വേണ്ടി മാതൃകയാക്കിയിരിക്കുകയാണ്? നിങ്ങളെ മനുഷ്യർക്ക് സാക്ഷികളാകുവാൻ വേണ്ടിയുള്ളവരാണ്. ഏത് സമുദായമുണ്ടോ, യഹൂദമായിക്കോട്ടെ, ക്രൈസ്തവരായിക്കോട്ടെ, ബൗദ്ധനായിക്കോട്ടെ, ആരുമുണ്ടോ, നിങ്ങളുടെ ജീവിതം കണ്ടവർ തിരിച്ചു വരണം. നിങ്ങളുടെ ജീവിതം കണ്ടവർ റബ്ബിനെ മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതം കണ്ടവർ റസൂലിനെ മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതം കണ്ട് സ്വഭാവത്തിനെ മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതം കണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം.
വീണ്ടും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, വയകൂന റസൂലു അലൈക്കും ഷഹീദാ. പക്ഷേ നമുക്ക് സാക്ഷിയായി വരുന്നത്, മുസ്ലിങ്ങളായിട്ടുള്ള നമുക്ക് സാക്ഷിയായിട്ട് വരുന്നത് ലോകത്തിന്റെ നേതാവായ ഹബീബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമുക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് സാക്ഷിയായി വരുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ പരിശോധിക്കുന്ന വേളയിൽ ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കാത്ത മാലകളുണ്ടോ? നമ്മുടെ കർമ്മങ്ങളിൽ അന്നാച്ചിമാരുണ്ടാക്കിയ കുത്തുവിയത്തുണ്ടോ? നമ്മുടെ കർമ്മങ്ങളിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കർമ്മങ്ങളുണ്ടോ? ആ സമയത്ത് വയകൂന റസൂലു അലൈക്കും ഷഹീദാ, നിങ്ങളുടെ മേൽ റസൂൽ സാക്ഷി വഹിക്കുന്നവരായി വരുമ്പോൾ ഏതൊക്കെ കർമ്മങ്ങളായിരിക്കും നമ്മൾ കാണുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു മദ്യപാനി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എത്ര ഭയപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ഈ ബിദ്അത്തിന്റെ ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടും. മദ്യപാനിയായിട്ടുള്ള ക്രൈസ്തവ സഹോദരന്മാരെ, അവൻ പരിശുദ്ധ ദീനിലേക്ക് വന്നപ്പോൾ മദ്യം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. അവിടെ പശ്ചാത്തപിച്ചവന് രക്ഷണം. അതേസമയം നല്ലതാണല്ലോ, കർമ്മങ്ങളല്ലേ, സുബ്ഹാനല്ലാഹുണ്ടല്ലോ, റുക്കൂണ്ടല്ലോ, സുജൂദുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പുകഴ്ത്തുന്നതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ദീനിലേക്ക് പല കാര്യങ്ങളും കൂട്ടിക്കൊടുത്ത വിദ്യാത്തിന്റെ ആൾക്കാർ നമ്മുടെ വീട്ടിൽ ഉണ്ടായാൽ അവർക്ക് പശ്ചാത്താപമില്ല, അവർ തൗബ ചെയ്യുന്നില്ല. കാരണം അവരുടെ വിശ്വാസം ഇത് നല്ലതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, എത്രത്തോളം തിന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തി വീട്ടിലുണ്ടോ അതിനേക്കാൾ എന്താണെന്നാണ് ഒരു വിദഗ്ധമായിട്ടുള്ള കാര്യം ചെയ്യുന്നവൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാട്ടെ. സഹോദരന്മാരെ, ഇനി നിങ്ങൾ നോക്കൂ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നൊരു പാഠം. ഒരാൾ ഒരു ബിദ്അത്ത് ചെയ്ത് തുടങ്ങിയാൽ മാ ഉഹദ്ദിസു ബിദ്അത്തൻ ഇല്ലാ റുഫിഅ ബിഹാ സുന്നത്ത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു നമുക്ക് പറഞ്ഞു തന്നതാണ്, ഒരാൾ ഒരു ബിദ്അത്ത് ചെയ്തു തുടങ്ങിയാൽ അവിടെ നിന്ന് ഒരു സുന്നത്ത് മറക്കപ്പെടുകയാണ്. ഇന്നലത്തെ ദിവസം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, അല്ലാഹുവിന്റെ ഭവനത്തിൽ വെച്ച് അണ്ണാച്ചിമാരെഴുതിയ മാലയും മൗലിദും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അടുത്ത പള്ളികൾ മാത്രം നിങ്ങൾ ഉദാഹരണം എടുത്തു. ആ സ്ഥലത്തേക്ക് യാത്ര ചെയ്തു പോകുന്ന ഒരു യാത്രാ സംഘം വാഹനം നിർത്തിയിട്ട് നിസ്കരിക്കാൻ ചെന്നാൽ നിസ്കാരം നടക്കുമോ? എന്തുകൊണ്ട് നടക്കുന്നില്ല? കാരണം ഇവരിവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ ഭവനത്തിന് ദിക്റിന്റെ പേരിൽ, സ്വലാത്തിന്റെ പേരിൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ആ യാത്രാ സംഘത്തിന് അവിടെ നിസ്കരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു സുന്നത്തായിട്ടുള്ള കാര്യം എന്ത് ചെയ്യും? മറഞ്ഞു പോകും എന്നാണ് ആര് പഠിപ്പിക്കുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. തന്നെയുമല്ല, ലാ തർഫഉ അസ്വാതക്കും, നിങ്ങൾ നിങ്ങളുടെ ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം നിങ്ങൾ ഉയർത്തരുത്. നിങ്ങൾക്ക് അല്ലാഹു അനുവദിച്ചു തന്നിട്ടുള്ള ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം ഉയർത്തിക്കൊണ്ട് മറ്റുള്ളവരെ ശല്യം ചെയ്യാനേ പാടില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ കൽപ്പന. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മുസ്ലിങ്ങൾ മാത്രമുള്ള സ്ഥലങ്ങളിൽ അന്യമത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ. പക്ഷേ ജനങ്ങൾക്ക് തൗഹീദിന്റെ ഭവനത്തെ കുറിച്ച് അറിയില്ല. ജനങ്ങൾ ഭയപ്പെടുന്നത് ഇവരെ പോലെ തന്നെ ബഹളം വെക്കുന്നവരാണ് തൗഹീദിന്റെ വക്താക്കളെന്ന. സഹോദരന്മാരെ, അത്രക്ക് ഗൗരവമുള്ള വിഷയമാണ് ഏത്? ബിദ്അത്തിന്റെ വിഷയം. ഈ ബിദ്അത്തിന്റെ വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കൂടുതലായിട്ട് റജബ് മാസം, അതുപോലെ തന്നെ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം മാസത്തിലൊക്കെ എന്തെല്ലാം ബിദ്അത്തുകളാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങളെ കുറിച്ച് പഠിച്ച് അതിൽ നിന്ന് മുക്തരായിക്കൊണ്ട് ജീവിക്കാൻ തയ്യാറാകണം. അങ്ങനെയുള്ള വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. സഹോദരിമാരെ, മുസ്ലിം സമുദായം അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച
ഉത്കൃഷ്ടരായ ഈ സമുദായം ജനങ്ങൾക്ക് മാതൃകയാണ് എന്നതിന് ഏറ്റവും ഉത്തമമായ ഒരു തെളിവാണ് ലോകത്ത് ഗ്ലോബൽ റാങ്കിങ്ങില് മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും അടിമകളായിട്ടുള്ള രാജ്യങ്ങളുടെ 10 ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ആ 10 ലിസ്റ്റിൽ വരുന്നതും ക്രൈസ്തവ രാജ്യങ്ങളാണ്. വളരെ അത്ഭുതകരമായ ഒരു വിഷയമാണ്. അതോടൊപ്പം തന്നെ അത് വികസിതമാണ്. സാങ്കേതിക മേഖലയിൽ അവർ വികസിതമാണ്. ഒന്നാമത് വരുന്നത് അമേരിക്കയാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി തീർന്ന രാജ്യങ്ങൾ ഒന്നാമത് മുസ്ലിങ്ങളാരും പറയുന്നല്ല. സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ഗ്ലോബൽ റാങ്കിങ്ങിൽ വന്നത് ഒന്നാമത് അമേരിക്ക, രണ്ടാമത് കാനഡ, 3 ഓസ്ട്രേലിയ, 4 ന്യൂസിലൻഡ്, 5 UK, പിന്നെ സ്പെയിൻ, നെതർലാൻഡ്, ഫ്രാൻസ്, എസ്റ്റോണിയ, അവസാനം ഗ്രീൻലാൻഡ്. ഇങ്ങനെ 10 രാജ്യങ്ങൾ. ഈ 10 രാജ്യങ്ങളും ലഹരിക്ക് അടിമകൾ ഏറ്റവും കൂടുതൽ രാജ്യം ഒരൊറ്റ മുസ്ലിം രാജ്യങ്ങൾ കടന്നു വന്നു. പക്ഷെ ഈ രാജ്യങ്ങളിൽ ഉള്ള ആൾക്കാർ മദ്യപാനി ആണെങ്കിൽ പോലും ലഹരി കടിമയാണെങ്കിൽ പോലും അവൻ മുസ്ലിം ആയാൽ അവൻ എന്ത് ചെയ്യും? ഈ മദ്യപാനം അവൻ ഉപേക്ഷിച്ച് അവൻ നല്ല വ്യക്തിയായി തീരും. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മദ്യപാനങ്ങളും ലഹരിക്ക് അടിമകളും അല്ലാത്ത മുസ്ലിങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. നല്ലവരാണ്, മാതൃകയാണ്. പക്ഷേ അതിനേക്കാൾ അപകടകാരികളായിട്ടുള്ള ബിദ്അത്ത് നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ, ബിദ്അത്ത് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ നഷ്ടപ്പെടുന്നത് പരലോകമാണ്. കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് പ്രസംഗിക്കുകയാണ്, വെല്ലുവിളിച്ചുകൊണ്ട്. അത്ഭുതകരമായ ഒരു പ്രസംഗമാണ്. നിങ്ങൾ കണ്ടു കാണുക. അവർ ജീവിക്കുന്നത് തന്നെ 100-ാം വർഷം ആഘോഷിക്കാനുള്ള സമ്മേളനത്തിന്റെ ചില കാര്യങ്ങൾ പ്രസംഗിക്കുക. ഞങ്ങൾ ജീവിക്കുന്നത് ഫാത്തിഹ വിളിക്കാനാണ്, ഞങ്ങൾ വിളിക്കുന്നത് റബ്ബല്ലാത്തവരെ വിളിക്കാനാണ് എന്ന് ആലോചിച്ച് നോക്കണം. ഞങ്ങൾ ജീവിക്കുന്നത് മാലയും മൗലിദും നടത്താനാണ്, കുത്തുബിയത്ത് നടത്താനാണ്. അതുപോലെ തന്നെ ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ മയ്യത്തിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ലോകത്തിന്റെ നേതാവായ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ, നിങ്ങൾ മൗനം അവലംബിക്കണേ എന്ന്. അവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മയ്യത്തിനെ കൊണ്ടുപോകുന്ന ഈ രീതിയെല്ലാം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഈ പഠനം ഞങ്ങൾക്ക് ആവർത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ 100-ാം സമ്മേളനം നടത്തുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇങ്ങനെ അനാചാരം നടത്തിയാൽ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഉലൈകല്ലദീന ഇസ്തറൂ ദലാലത ബിൽ ഹുദാ. പരിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. അൽ-ബഖറ സൂറത്തിൽ മുനാഫിഖുകളായിട്ടുള്ള ആൾക്കാരുടെ കാര്യം പറയുകയാണ്. മുനാഫിഖുകളായിട്ടുള്ള ആൾക്കാരെ ലോകത്തിന്റെ നേതാവായ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ചവരാണ്, ഒരേ സഫിൽ നിന്ന് നിസ്കരിച്ചവരാണ്. അവരുടെ സ്വഭാവം വിവരിച്ച കൂടെ അല്ലാഹു പറയുകയാണ്, ഉലൈകല്ലദീന ഇസ്തറൂ ദലാലത ബിൽ ഹുദാ. അവരെങ്ങനെയുള്ള ആൾക്കാരായിരുന്നു? സന്മാർഗത്തിന് പകരം ദുർമാർഗം വാങ്ങിയവരാണ്, ഹിദായത്തിന് പകരം ദലാലത്ത് വാങ്ങിയവരാണ്. ഏതുപോലെയുള്ള ആൾക്കാർ, ഏതുപോലെയുള്ള ആൾക്കാർ? അനാചാരം നടത്തുന്നവര്. ഇവിടെ എത്രത്തോളം ആചാരങ്ങൾ നടത്താൻ നമുക്കുണ്ട്. ഒരാൾ അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് കയറി, അവൻ തഹിയ്യത്ത് നമസ്കരിക്കാതെ അവൻ ഇരിക്കാൻ പാടില്ല. അത് ദീനിന്റെ ഒരു ഭാഗമാണ്, അത് പള്ളിയാണ്. അങ്ങനെ ഒരു വ്യക്തി തഹിയ്യത്ത് നമസ്കരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്കിൽ അവൻ എന്തറിയില്ലെന്നാണ് അർത്ഥം. അവൻ അല്ലാഹുവിന്റെ ഭവനമാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഇത് അല്ലാഹുവിന്റെ ഭവനമാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. ചായക്കടയിൽ കയറിയിട്ട് ഇരിക്കുന്ന പോലെ അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് കയറിയിരിക്കുന്നു. ഏതെങ്കിലും റെസ്റ്റോറന്റില്ല അല്ലെങ്കിൽ സ്കൂളിൽ ഓഫീസിലൊക്കെ ഇരിക്കുന്ന പോലെയല്ല അല്ലാഹുവിന്റെ ഭവനത്തിൽ വരുന്നു. ആ പള്ളിയിലേക്ക് വരുന്ന വ്യക്തി എന്താണ് അല്ലാഹുവിന്റെ ഭവനം എന്നറിയണം. ഇവിടെ കയറുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഓഫീസിലേക്ക് കയറി പോകുന്ന പോലെയല്ല. ഇവിടെ വെക്കേണ്ട കാലുണ്ട്, വലത് കാല് വെച്ച് കയറണം. അതുപോലെ തന്നെ പ്രാർത്ഥന ചൊല്ലണം. ഈ ഭവനത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലിരിക്കുന്നത് പോലെയല്ല. തഹിയ്യത്ത് നമസ്കരിക്കാത്തത് മുമ്പ് ഇരിക്കാൻ പാടില്ല. അത്രക്ക് ഇമ്പോർട്ടന്റ് ആയ പള്ളിയെ കുറിച്ചുള്ള വിഷയങ്ങൾ പഠിക്കും. അപ്പൊ ഓരോരോ വിഷയങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് ബിദ്അത്ത് അനാചാരം ചെയ്യാൻ നമുക്ക് സമയം കിട്ടുകയില്ല. പക്ഷേ ഇതൊന്നും നാട്ടുകാരെ പഠിപ്പിക്കാതെ, പാവങ്ങളെ പഠിപ്പിക്കാതെ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പോലും പഠിപ്പിക്കാതെ പൗരോഹിത്യമുണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു തുപ്പിയും വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജനങ്ങളെ ഏറ്റവും പുച്ഛിക്കുന്ന ഒരു ആൾക്കാർ വർഗമായിട്ട് പൗരോഹിത്യന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അല്ലാഹു എത്ര ഔദാര്യം ഇത് മാത്രം പഠിച്ചാൽ മതി ഒരാൾക്ക് ഇൽമു കിട്ടാൻ. അങ്ങനെയാണ് രണ്ട് കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഇങ്ങനെ ഷെയ്ക്കാൻ കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷെയ്ക്കാൻ കൊടുക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ കയ്യിലെ ജോലിയൊക്കെ ചെയ്തിട്ട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് അവരുടെ വിടത്തേയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നമ്മുടെ കോട്ടും അതുപോലെ തൊപ്പിയൊക്കെ ഉള്ള പൗരോഹിത്യം കൈ കൊടുത്താൽ നമ്മൾ അവരെ ചെന്ന് കൈ കൊടുത്താൽ അവര് വലിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല. ഒരാള് കൈ കൊടുത്താൽ ആ വ്യക്തി കൈ വലിക്കുന്നത് വരെ ലോകത്തിന്റെ നേതാവായ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഇങ്ങോട്ട് വലിക്കത്തില്ലായിരുന്നു. അത്രയും വിനയമുള്ള ആളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനത്തെ പണ്ഡിതന്മാരെ കാണാറുണ്ടോ? പൗരോഹിത്യം ചേഞ്ചിലേക്ക് വരുമ്പോൾ പൊങ്ങച്ചം ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലായിരുന്നു. സഹോദരന്മാരെ ഔദാര്യായ അല്ലാഹുവിനെ കുറിച്ച് അറിയാൻ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി. ഈ വെള്ളം നൽകിയവൻ ആരാണ്? ഈ വെള്ളം മാത്രം കുടിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മതി. ഇത് പഠിക്കാൻ വേണ്ടി 30 വർഷം ദർശനത്തിന്റെ കാര്യമില്ല, കുറെ കിതാബുകൾ പഠിക്കേണ്ട കാര്യമില്ല. ഒരു സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന ഇൽമു മാത്രമേ പരിശുദ്ധ ഇസ്ലാമിലുള്ളൂ. അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് സഹോദരന്മാരെ ഒരു വോട്ട് കിട്ടാൻ വേണ്ടി 25-30 വർഷമാണ് ജനങ്ങളുടെ സമ്പത്ത് വരുന്നത്. അവരെന്താണ് ചെയ്യുന്നത്? ഈ സമൂഹത്തിന് എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ച സുന്നത്തുകളാണോ? അല്ല. അതാണ് ഇമാം നബവി റഹിമഹുല്ലാഹ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്നലത്തെ മാത്രം കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ നാടുകളിൽ ചൊല്ലിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു? ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളായിരുന്നോ? 480 അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്ന ഹിജ്റ 11. അതിനുശേഷം 469 വർഷങ്ങൾക്ക് ശേഷമാണ് തഗായിബ് നമസ്കാരം ഉണ്ടാകുന്നത്. അത് കർമ്മങ്ങളുടെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ചെയ്യുകയാണ്. അത് വളരെ ഗൗരവത്തോടെ എടുക്കണം. ഇനിയും വരുന്ന ഈ റജബ് പവിത്രമായ മാസങ്ങളിൽ ഇനിയും ധാരാളം വിധത്തിൽ കടന്നു വരാനുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുത്ത് ദീനിന്റെ ശരിയായ രീതിയിൽ ആ റൂട്ടിൽ സഞ്ചരിക്കുന്നവരായി മാറുവാൻ നമ്മൾ തയ്യാറാകണം. തന്നെയുമല്ല സഹോദരന്മാരെ ഈ വിധത്തിൻ്റെതായ ആൾക്കാർ ഒരു മനുഷ്യൻ തൗഹീദ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനെ വീണ്ടും വഴിതെറ്റിച്ച് സ്വലാലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നോക്കും. അതിന് ഏതൊക്കെ രീതിയിൽ പൗരോഹിത്യം ശ്രമിക്കുന്നുണ്ട്? നമ്മുടെ കുടുംബത്തിൽ ഫിത്ന ഉണ്ടാക്കും. തൗഹീദ് മനസ്സിലാക്കിയ കുടുംബങ്ങളിൽ ഇവര് ഫിത്ന ഉണ്ടാക്കും. ഏതുവരെ ഇവരോട് ഉപേക്ഷിച്ചാലും ശരി, കാരണം അവന്റെ കുടുംബം ഈ പറയുന്നവന്റെ കുടുംബമല്ല. അവനെന്താ? നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരു ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരാൾ വിവാഹം കഴിച്ച ഒരു ചെറുപ്പക്കാരൻ പിന്നീട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അവന്റെ ഭാര്യയോടായിരിക്കും, അവന്റെ മക്കളോടായിരിക്കും. ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത് അവന്റെ ഭാര്യയോടും മക്കളോടും അവന്റെ മാതാപിതാക്കളോടും. അതിനുശേഷമാണ് കൂട്ടുകാരൻ. ഇതൊരു കുടുംബ ജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് അത്യാവശ്യമാണ്. ഇസ്ലാമിക കർമ്മം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ദീനിൽ അങ്ങനെയാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ. ഇന്ന് ചെറുപ്പക്കാർ വിവാഹം കഴിച്ചിട്ട് അവിടെ ഈ സമയത്തിൽ നമ്മൾ ഭിന്നത വരുത്തിയോ, അതിൽ നിന്ന് നമ്മൾ മാറിപ്പോയോ, നമ്മുടെ ഭാര്യയ്ക്ക് എത്ര വിഷമമുണ്ടാകും? നിങ്ങളൊന്ന് ആലോചിച്ചോണ്ട്. ഒരു വിവാഹം കഴിച്ച ഒരു പെണ്ണ് വരുന്നത് പുതിയൊരു വീട്ടിലേക്കാണ്. ആ പെണ്ണിന്റെ വീട്ടിലേക്ക്, ആ പുതിയ വീട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് ആരാ? ഭർത്താവാണ്. ആ ഭർത്താവ് കൂടുതൽ കറങ്ങാനും കൂട്ടുകാരുടെ അടുത്ത് പഴയ പോലെ പോയി കഴിഞ്ഞാൽ ഈ ഭാര്യയ്ക്കത്തെ വിഷമം ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് അവിടെ മക്കളുണ്ടാവും. ഈ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കേണ്ടത് ഭാര്യയ്ക്കും മക്കൾക്കും ബാപ്പക്കും ഉമ്മക്കും ഒരു ഭംഗവും വരുത്താതെ. വിവാഹം കഴിച്ചതിന്റെ പേരിൽ ബാപ്പക്ക് തോന്നാൻ പാടില്ല എന്റെ മോൻ എന്നെ അങ്ങനെ തോന്നാൻ പാടില്ല, നമുക്ക് തോന്നാൻ പാടില്ല. സഹോദരന്മാരെ അങ്ങനത്തെ നല്ല യുവാക്കളാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ മുസ്ലിം സമുദായത്തിലുള്ളത്. നമ്മൾ ജനങ്ങൾക്ക് സാക്ഷികളാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സാക്ഷിയാവാൻ വരുന്നതാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വിദ്യാർത്ഥി അനാചാരം കടന്നു പോയാൽ നമുക്കെല്ലാം നഷ്ടപ്പെട്ടവരായിരിക്കും, തൗബ സ്വീകരിക്കാത്ത അവസ്ഥ വന്നു പോകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ പ്രവർത്തിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.